നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒലവക്കോട് പുലിയെ കണ്ടതായി അഭ്യൂഹം. പ്രദേശവാസികൾ ഭയപ്പാടിൽ. പരിശോധന ശക്തമാക്കി വനം വകുപ്പും പോലീസും. കൊടുവായൂർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. ദേശീയപാതയിൽ അപകടങ്ങൾ പതിവായി. പരിശോധന തുടങ്ങി എൻഫോഴ്സ്മെന്റ്. വടക്കന്തറ വലിയ വിളക്ക് വേല കലാ സാംസ്കാരിക പരിപാടികൾ തുടരുന്നു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് ചെടികൾ വളർന്നു നിൽക്കുന്ന ഭാഗത്താണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. ഒലവക്കോട് ഹരിതനഗറിൽ താമസിക്കുന്നവരിൽ ഒരാളാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് പിൻവശത്തെ കുറ്റിക്കാട്ടിൽ നായയെ പുലി പിടികൂടുന്നത് കണ്ടതായി വനം വകുപ്പ് അധികൃതരോട് പറഞ്ഞത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും വനം വകുപ്പും RRT സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ പുലിയുടെ സാന്നിധ്യം ഉറപ്പിക്കാനായില്ലെന്നും പരിശോധന തുടരുമെന്നും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. 3 ദിവസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്തുള്ള താണാവ് റോഡിൽ പുലിയെ കണ്ടതായും അഭ്യൂഹം ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പുലിയെ കണ്ടതായും പറയുന്നത്. ധോണി വനമേഖലയിൽ നിന്നിറങ്ങുന്ന പുലിയാകാം ഇവിടെ എത്തിയതെന്നാണ് അഭ്യൂഹം. പുലിയെ കണ്ട അഭ്യൂഹം പരന്നതോടെ സമീപം താമസിക്കുന്ന വീട്ടുകാർ പുലരുന്നതുവരെ ഉറങ്ങാതെ കാവൽ കിടക്കുകയായിരുന്നു. ജനം ആകെ പരിഭ്രാന്തിയിലാണ്. പോലീസും വനം വകുപ്പും ജാഗ്രത പുലർത്തി വരികയാണ്. കൊടുവായൂർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. കൊടുവായൂർ പിട്ടുപീടികയിലെ വർക്ക്ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് സംഭവം. ഉഗ്രശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് തീ പടരുന്നത് കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സിനും പോലീസിനും വിവരം അറിയിക്കുകയായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപകടത്തിൽ ആളപായമില്ല. 3 ട്രാവലർ വാഹനങ്ങൾ ഉൾപ്പെടെ 5 വാഹനങ്ങൾ കത്തിനശിച്ചു. ദേശീയപാതയിൽ അപകടങ്ങൾ പതിവായതിനാൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രത്യേക പരിശോധന തുടങ്ങി. കഞ്ചിക്കോട് 2 പേരുടെ അപകടത്തിനിടയാക്കിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ദേശീയപാതയിൽ പ്രത്യേക പരിശോധന നടത്തുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാർ. അപകട സ്ഥലത്ത് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇന്നലെ പരിശോധന നടത്തി. അമിത വേഗമോ ഡ്രൈവർ ഉറങ്ങിയതോ ആവാം അപകട കാരണമെന്ന് RTO അറിയിച്ചു. അതേസമയം ദേശീയപാത കഞ്ചിക്കോട് വാളയാർ കേന്ദ്രീകരിച്ച് അപകടവും മരണവും തുടർക്കഥയായിട്ടും ലൈൻ ട്രാഫിക് ഉൾപ്പെടെയുള്ള അപകടരഹിത സംവിധാനങ്ങൾ ഊർജിതമാക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പും പോലീസും ദേശീയപാത അതോറിറ്റിയും ടോൾ പ്ലാസ കമ്പനിയായ വാളയാർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേ ലിമിറ്റഡും ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 9 മാസത്തിനിടെ കഞ്ചിക്കോട് വാളയാർ കേന്ദ്രീകരിച്ചു മാത്രം ചെറുതും വലുതുമായ 80-ലേറെ അപകടങ്ങളാണ് ഉണ്ടായത്. ഇതിൽ 6 പേർ മരിച്ചു. അപകടങ്ങൾ ഏറെയും പുതുശ്ശേരി കുരുടിക്കാട് ജംഗ്ഷൻ കേന്ദ്രീകരിച്ചായിരുന്നു. ഇവിടെ സിഗ്നൽ സംവിധാനത്തിലെ അപാകതയാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കിയത്. ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചും സുരക്ഷ കർശനമാക്കിയെങ്കിലും അപകടം കുറയ്ക്കാനായില്ല. അമിതമായ വേഗവും അശ്രദ്ധയുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെന്നും ആക്ഷേപമുണ്ട്. വടക്കന്തറ വലിയ വിളക്ക് വേലയോടനുബന്ധിച്ച് നടന്നുവരുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി നാടൻ പാട്ട് അരങ്ങേറി. കുട്ടികൾ മാത്രം പറഞ്ഞു, എല്ലാവരും പറഞ്ഞോടാ, എല്ലാവരും പറഞ്ഞേ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു
കരിമ്പാട്ടിന്റെ ഈണങ്ങളുമായി കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ കരിന്തലക്കൂട്ടം എന്ന നാടൻ പാട്ടുകളാണ് അവതരിപ്പിച്ചത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെയും കലാസാധകരുടെയും സാന്നിധ്യത്തിലാണ് കരിന്തലക്കൂട്ടം നാടൻ പാട്ട് അവതരണം നടന്നത്. ഇന്ന് രാത്രി ശങ്കർ മഹാദേവന്റെ സംഗീത പരിപാടി നടക്കും. നാളെ രാത്രി താരോത്സവം നൃത്തപരിപാടി നടക്കും. നയനമനോഹരമായ നൃത്തചാരുതയോടെ സുപ്രസിദ്ധ സിനിമാ താരവും നർത്തകിയുമായ രമ്യ നമ്പീശനാണ് താരനൃത്തോത്സവം അവതരിപ്പിക്കുക. 28-ന് പാലക്കാടിന്റെ നാടൻപാട്ടിന്റെ രാജകുമാരൻ ഗൗതം രാജ് കൽപ്പാത്തി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും നടക്കും. മാർച്ച് 5-നാണ് വേല കലാപരിപാടികളുടെ സമാപനം നടക്കുക. തുടർന്ന് മെഗാ ഡാൻസ് ആൻഡ് മ്യൂസിക്കൽ നൈറ്റ് നടക്കും. മാർച്ച് 8-നാണ് വേല. ഭിന്നശേഷി കുട്ടികൾക്കുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകുമെന്ന് കെ ശാന്തകുമാരി MLA. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും ആഭിമുഖ്യത്തിൽ പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഇൻക്ലൂസീവ് കായികോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പുറകിൽ സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും MLA പറഞ്ഞു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷയായി. ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര മുഖ്യാതിഥിയായി. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ, SSK പ്രോജക്ട് കോർഡിനേറ്റർ കെ ജയപ്രകാശ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PV മനോജ് കുമാർ, SSK പ്രോഗ്രാം ഓഫീസർ KN കൃഷ്ണകുമാർ, ജനപ്രതിനിധികൾ, വിവിധ അധ്യാപക സംഘടന പ്രതിനിധികൾ, 13 BR സ്കൂളിൽ നിന്നും 650 വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പാശ്ചാത്യ വികസന മേഖലയിൽ കേരളത്തിൽ ഉണ്ടായത് വൻ കുതിച്ചുചാട്ടമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലയിൽ തരൂർ മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ സമഗ്ര വികസനം മുൻനിർത്തി 2020-21 സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തെ സ്പെഷ്യൽ പാക്കേജിൽ നിന്നും 5 കോടി രൂപയിൽ BM ആൻഡ് BC നിലവാരത്തിൽ നവീകരിച്ച തച്ചനടിപ്ലാഴി റോഡിന്റെ പൂർത്തീകരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ സംസ്ഥാന പാതകളും ഗ്രാമീണ മേഖലയിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും നവീകരിക്കപ്പെടുകയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും ഈ മാറ്റങ്ങൾ നമുക്ക് കാണാനാകും. സംസ്ഥാനത്തെ പശ്ചാത്തല വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റുക എന്ന സർക്കാരിന്റെ നയം ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ പ്രധാനം ദേശീയപാത വികസനമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 45 മീറ്റർ 6 വരി പാത 2025 അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്ന് മന്ത്രി അറിയിച്ചു. 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന 1200ഓളം കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അത് കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പിന് കാരണമാകും. 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന 600ഓളം കിലോമീറ്റർ വരുന്ന തീരദേശ ഹൈവേയും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന നിർദ്ദേശങ്ങളിൽ ക്രിയാത്മകമായ എല്ലാ നിർദ്ദേശങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ PP സുമോദ് MLA അധ്യക്ഷനായി. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് I ഹസീന, ജില്ലാ പഞ്ചായത്ത് അംഗം PM അലി, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ബിനു, പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം ചീഫ് എഞ്ചിനീയർ KK രാജേന്ദ്രൻ, ആലത്തൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജു, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. VK ശ്രീധരനും ലിൻസി പീറ്ററിനും നാടിന്റെ ആദരവ്. ശ്രീ
ഒരാളും അനുഭവിക്കുന്ന വേദന നമ്മളുടേതാണെന്നും പ്രകൃതിയിലെ വ്യതിചലനങ്ങൾ നമ്മെ തന്നെയാണ് ബാധിക്കുന്നതെന്നുള്ള ചിന്ത ഉദാത്തമവും മാതൃകാപരവുമാണെന്ന്, അതുകൊണ്ട് അപരന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന പുരസ്കാര ജേതാക്കൾ ലോകത്തിന് ദിശാബോധം നൽകുന്നുവെന്ന് ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ പറഞ്ഞു. മികച്ച നഴ്സിംഗിനുള്ള അന്തർദേശീയ അവാർഡ് നേടിയ ലിൻസി പീറ്റർ പഴയാറ്റലിനും പരിസ്ഥിതി സംരക്ഷണ സാമൂഹ്യ സേവന രംഗത്ത് സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായ VK ശ്രീധരനും നൽകിയ പൗരസ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2022 ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് ഉൾപ്പെടെ 12 സംസ്ഥാന, ദേശീയ, അന്താരാഷ്ട്ര അവാർഡുകൾ ലിൻസിക്കും, ഏറ്റവും മികച്ച സംസ്ഥാന ഉദ്യോഗസ്ഥനുള്ള ഗ്രാമക്ഷേമ സംസ്ഥാന അവാർഡ് അടക്കം 9 പുരസ്കാരങ്ങൾ VK ശ്രീധരനും ലഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ MLA ET ടൈസൺ അധ്യക്ഷനായി. ചാലക്കുടി MP ബെന്നി ബെഹന്നൻ മുഖ്യപ്രഭാഷണം നടത്തുകയും അവാർഡ് ജേതാക്കൾക്ക് ഉപഹാരം നൽകുകയും ചെയ്തു. മാള പഞ്ചായത്ത് 1-ാം വാർഡിൽ പുരസ്കാരം ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായി നാട്ടുകാർ സംഭാവന നൽകി നിർമ്മിച്ച ഗാർഡിയൻ ഏഞ്ചൽ റോഡിന്റെ രേഖകൾ ചാലക്കുടി MLA TJ സനീഷ് കുമാർ ജോസഫ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബുവിന് കൈമാറി. ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിഡ് മാസ്റ്റർ, മെമ്പർ ശോഭന ഗോകുൽനാഥ്, ബ്ലോക്ക് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, മെമ്പർ AA അഷ്റഫ്, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, മെമ്പർ മിനി പോളി, മാള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു, മെമ്പർ ബിനിൽ MU, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസഫൈൻ, സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ജനിൽ കുമാർ MP, CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അവാർഡ് ജേതാക്കളായ ലിൻസി പീറ്റർ പഴയാറ്റിൽ, VK ശ്രീധരൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പുത്തൻചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോൺ കവലക്കാട്ട് സ്വാഗതവും AR ചന്ദ്രബോസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഇതോടനുബന്ധിച്ച് കേരള വോയ്സിന്റെ നാടൻ പാട്ട്, മുഹമ്മദ് അഫ്രലിന്റെ മാപ്പിളപ്പാട്ട്, TS സർഗിയുടെ കവിത എന്നിവയും ഉണ്ടായിരുന്നു. LDF കർഷക തൊഴിലാളി പാലക്കാട് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. വളരെയധികം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ. ഇപ്പോൾ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രാധാന്യമില്ലാത്തതാണോ? അല്ല, ആ കാലഘട്ടത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും. വിക്ടോറിയ കോളേജ് റോഡിലുള്ള T ശിവദാസ മേനോൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ KSKTU ജില്ലാ പ്രസിഡന്റ് TN കണ്ടമുത്തൻ ഉദ്ഘാടനം ചെയ്തു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം S രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. LDF പാലക്കാട് മണ്ഡലം സെക്രട്ടറി K കൃഷ്ണൻകുട്ടി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. KSKTU ഏരിയ സെക്രട്ടറി V സുരേഷ് സ്വാഗതവും KSKTU ജില്ലാ കമ്മിറ്റി അംഗം V ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മണ്ണാർക്കാട് നഗരത്തെ പുരുഷാരത്താൽ നിറച്ച് മണ്ണാർക്കാട് പൂരത്തിന് സമാപനമായി. ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് സ്ഥാനീയ ചെട്ടിയന്മാരെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. സ്ഥാനീയ ചെട്ടിയന്മാരെ അവരുടെ വീട്ടിലെത്തി മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി നെല്ലിപ്പുഴയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. നെല്ലിപ്പുഴയിൽ ദേശവേലകളുടെ സംഗമവും നടന്നു. വൈകുന്നേരം 7 മണിയോടെ സ്ഥാനീയ ചെട്ടിയന്മാരെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ ദീപാരാധന, തുടർന്ന് 7 മണി മുതൽ 8 മണി വരെ ആറാട്ട്, 21 പ്രദക്ഷിണം എന്നിവയും ഉണ്ടായി. തുടർന്ന് കൊടിയിറക്കൽ ചടങ്ങ് നടന്നു. അത്താഴ പൂജയോടെ അരക്കുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരത്തിന് സമാപനമായി. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
ചൂട് പ്രതിരോധം സർക്കാർ ഓഫീസുകളിൽ ഫയൽ ഓഡിറ്റിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഫയൽ ഓഡിറ്റിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അമിതമായ ചൂടും മറ്റും മൂലം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുമൂലം ഫയലുകളും മറ്റും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. സബ് ഓഫീസുകളിലും ആവശ്യമായ നിർദ്ദേശം നൽകണം. KCB നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ യോഗത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. പാലക്കയം കുണ്ടംപെട്ടിയിൽ പുലി വളർത്തുനായയെ കൊന്നു. കല്ലടിക്കോട് മലയോര കുടിയേറ്റ മേഖലയായ പാലക്കയം കുണ്ടംപെട്ടിയിൽ പുലി വളർത്തുനായയെ പിടിച്ച് പ്രദേശവാസികളാകെ ഭീതിയിൽ. ഇന്നലെ വൈകുന്നേരം 4-ന് നെടുമ്പുറത്ത് സണ്ണിയുടെ കൃഷിഭൂമിയിൽ മക്കൾ കൃഷി നനയ്ക്കുന്നതിനായി എത്തിയപ്പോൾ വളർത്തുമൃഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു. കൃഷിയിടത്തിന് സമീപത്തെ പാറമടയിൽ നിന്നും പുലിയുടേതുപോലെയുള്ള മുരൾച്ച കേൾക്കുകയും ചെയ്തതായി കുട്ടികൾ പറഞ്ഞു. വിവരം പ്രദേശവാസികളെ അറിയിച്ചു. തുടർന്ന് വാർഡ് മെമ്പർ തനൂജ രാധാകൃഷ്ണനും PV സോണി, KC ഷിബു എന്നിവരും പാലക്കയം ഡെപ്യൂട്ടി ഫോറസ്റ്ററെ വിവരം അറിയിച്ചു. ഉദ്യോഗസ്ഥരും സ്ഥലമുടമ സണ്ണിയും നാട്ടുകാരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. തെളിവുകൾ ശേഖരിച്ചു. പാലക്കയം കുണ്ടംപെട്ടി ഇഞ്ചിക്കുന്ന് ജനവാസ മേഖലയിൽ നിരന്തരമായി വന്യമൃഗശല്യം നേരിടുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പാലക്കയം ചീനിക്കപ്പാറ, വട്ടപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുന്നതും പതിവാണ്. നായയുടെ അവശിഷ്ടങ്ങൾ പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു. അടുത്ത ദിവസം മാംസാവശിഷ്ടങ്ങൾ സമീപത്തെ പാറപ്പുറത്താണ് കണ്ടത്. ഇന്നലെയും ഈ പ്രദേശത്ത് പുലി എത്തിയിരുന്നതായി പരിശോധനയിൽ മനസ്സിലായി. ഇന്നും പുലി എത്തുമെന്ന ഭീതിയാണ് പ്രദേശത്തുകാർ. പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് എത്തുന്നവർ ഭയത്തോടെയാണ് തോട്ടത്തിൽ കയറുന്നത്. പലരും നേരം വെളുത്തതിനു ശേഷമാണ് ടാപ്പിംഗ് ഇപ്പോൾ ഇറങ്ങാറുള്ളത്. ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നും കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്നുമുള്ള ആവശ്യം ശക്തമായിട്ടുണ്ട്. ജില്ലയിലെ 12 സബ് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 100ഓളം ശസ്ത്രപ്രതിഭകൾ പങ്കെടുത്ത ശാസ്ത്ര ക്യാമ്പ് കല്ലടി സ്കൂളിൽ വെച്ച് നടത്തി. മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലെ 12 സബ് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 100ഓളം ശാസ്ത്രപ്രതിഭകൾ പങ്കെടുക്കുന്ന ദ്വിദിന ശാസ്ത്ര ക്യാമ്പ് കോട്ടോപ്പാടം കല്ലടി അബ്ദുൾ ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹർബാൽ ടീച്ചർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പടുവിൽ മാനു, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ KT അബ്ദുള്ള, മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C അബൂബക്കർ, PTA പ്രസിഡന്റ് അക്കര മുഹമ്മദ് അലി, പ്രിൻസിപ്പൽ MP സാദിഖ്, ഹെഡ് മാസ്റ്റർ P ശ്രീധരൻ, സാജിദ് ബാവ, സലാഹുദ്ദീൻ, സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം എന്നീ വിഭാഗങ്ങളിൽ സിമിൽ റഹ്മാൻ, ബാല സുബ്രഹ്മണ്യൻ, കൃപാലാജ് എന്നിവർ ക്ലാസ് എടുത്തു. അടുത്ത വർഷം മുതൽ 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം നേടാനുള്ള ചുരുങ്ങിയ പ്രായം 6 വയസ്സാകും. അടുത്ത അധ്യയന വർഷം മുതൽ രാജ്യത്ത് 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം നേടാനുള്ള ചുരുങ്ങിയ പ്രായം 6 വയസ്സാക്കും. വിദ്യാഭ്യാസ മന്ത്രാലയം ഈ ആശയം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. 2024-25 അധ്യയന വർഷം മുതൽ നിർദ്ദേശം കർശനമായി നടപ്പാക്കണമെന്ന് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. 2023-ലാണ് ആദ്യമായി ഈ നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രാലയം അവതരിപ്പിക്കുന്നത്. അടുത്ത സ്കൂൾ പ്രവേശനത്തിൽ കുട്ടികളുടെ കുറഞ്ഞ പ്രായം 6-ഓ അതിൽ കൂടുതലോ ആണെന്ന് ഉറപ്പുവരുത്തണമെന്ന് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അർച്ചന ശർമ്മ വ്യക്തമാക്കി. കുട്ടിയുടെ തലച്ചോറിന്റെ 90% 6 വയസ്സാകുമ്പോഴേക്കും വികസിക്കും എന്ന ശാസ്ത്രീയ പഠനത്തെ അടിസ്ഥാനമാക്കിയാണ് നിർദ്ദേശം. കുട്ടിയുടെ സാമൂഹ്യ വൈകാരിക പഠനം, സംഖ്യാശാസ്ത്രം, സാക്ഷരത, കല, വൈകാരിക നിയന്ത്രണം, സമപ്രായക്കാരുമായുള്ള ഇടപെടൽ എന്നിവയെല്ലാം 6 വയസ്സാകുമ്പോഴേക്കും വികസിക്കും. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം.
ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. കുമരംപുത്തൂർ ചുങ്കത്ത് ഫോട്ടോഗ്രാഫറെ സ്റ്റുഡിയോയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുമരംപുത്തൂർ മട്ടമ്പലം പടിഞ്ഞാറെ കുഞ്ഞിപ്പാറയിൽ ബെന്നി ജോർജ് 58 മരിച്ചത്. ചുങ്കം ജംഗ്ഷനിലെ കെട്ടിടത്തിൽ സ്റ്റുഡിയോ നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. ഞായറാഴ്ച വൈകുന്നേരം കെട്ടിടത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് കെട്ടിട ഉടമ മുകളിൽ നിലയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് മുറിയിൽ വീണു മരിച്ച നിലയിൽ കണ്ടത്. കടയുടെ ഷട്ടർ മുക്കാൽ ഭാഗവും താഴ്ത്തിയിട്ടിരിക്കുന്നതിനാൽ റോഡിൽ നിന്നും നോക്കുന്നവർക്ക് കട അടച്ചിട്ടിരുന്നതായി തോന്നുന്നു. വീട്ടിൽ പോകാത്ത സമയത്ത് സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇയാൾ കിടക്കാറുള്ളതെന്നും പറയുന്നു. ഇനി ആരോഗ്യം. വിഷാദ രോഗത്തിന് ബ്രെയിൻ പേസ് മേക്കർ ചികിത്സ. വൈദ്യുത സിഗ്നലുകൾ ഉപയോഗിച്ച് നാഡീകലകളെ ഉത്തേജിപ്പിക്കുന്നതിനായി തലച്ചോറിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ് ബ്രെയിൻ പേസ് മേക്കർ. പാർക്കിൻസൺ രോഗം, അപസ്മാരം തുടങ്ങിയ അവസ്ഥകൾക്കായി അംഗീകരിച്ചിട്ടുള്ള DBS വിഷാദ ചികിത്സയ്ക്കും ഫലപ്രദമാണെന്ന് പരീക്ഷണങ്ങളിലൂടെ ഇപ്പോൾ കണ്ടെത്തി. DBS പ്രക്രിയയിൽ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ ഇംപ്ലാന്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത വൈദ്യുത പ്രേരണകൾ എത്തിച്ച് വൈകാരിക സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു. ശസ്ത്രക്രിയയിലൂടെ നിങ്ങളും വൈകാരിക സ്വഭാവം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മേഖലയിൽ നേർത്ത ലോക ഇലക്ട്രോഡുകൾ സ്ഥാപിക്കുന്നു. ഈ ഇലക്ട്രോഡുകൾ നെഞ്ചിലെ ചർമ്മത്തിന് കീഴിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് വൈദ്യുത ഉത്തേജനത്തെ നിയന്ത്രിക്കുന്നത്. വൈകാരിക സർക്യൂട്ടറിയെ ബാധിക്കാതെ തലച്ചോറിലെ ന്യൂറൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ DBS സഹായിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒലവക്കോട് പുലിയെ കണ്ടതായി അഭ്യൂഹം. പ്രദേശവാസികൾ ഭയപ്പാടിൽ. പരിശോധന ശക്തമാക്കി വനം വകുപ്പും പോലീസും. കൊടുവായൂർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. ദേശീയപാതയിൽ അപകടങ്ങൾ പതിവായി. പരിശോധന തുടങ്ങി എൻഫോഴ്സ്മെന്റ്. വടക്കന്തറ വലിയ വിളക്ക് വേല കലാ സാംസ്കാരിക പരിപാടികൾ തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.